പവർഫുള്ളായുള്ള ചുണ്ടാണ് ഈ സാധനത്തിന്റെ. നമ്മുടെ നാട്ടിലെ പെറ്റ് ഷോപ്പിലൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഞായറാഴ്ച ആയിട്ടേ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു മരമുണ്ട്, നല്ല തണൽ മരമാണ്. അത് ഒത്തിരി കായൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം വെട്ടിയിട്ടേക്കാണ്. അതിങ്ങനെ അതിൻ്റെ ഈ ശിഖരങ്ങളൊക്കെ മുറിച്ച് താഴെയിട്ടേക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൗൺസിലിൻ്റെ ആൾക്കാർ വന്നിട്ട് താഴേക്ക് ഇറങ്ങിയെന്ന കൊമ്പെല്ലാം അറുത്തിട്ട് ജസ്റ്റ് ട്രിം ചെയ്ത് വിട്ടതാണ്. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥ ട്രിമ്മർ ഇതേ ഇരിക്കണം. ഇതേ കണ്ടോ? ഇതിൻ്റെ പേരാണ് കൊക്കറ്റു. ഓസ്ട്രേലിയയിൽ കാക്കേനെ പോലെ തന്നെ കാണുന്ന ഒരാളാണ്. നമ്മളുടെ എന്താ പറയുക, ലോക്കൽ ബോയ് ആണ് ആശാൻ. ഞാനിവിടെ വന്നപ്പോൾ ഈ മരം മുഴുവനും ഈ താഴെ ഭാഗത്തെല്ലാം ഇവന്മാർ വലിയൊരു കൂട്ടമായിരുന്നു. എന്നെ കണ്ടപ്പോൾ എനിക്ക് പോയല്ല. നിങ്ങൾ ഈ താഴെ കാണുന്ന കണ്ടോ? ഈ കാണുന്ന കൊമ്പ് മൊത്തം മുറിച്ചിട്ടിരിക്കണ ഇവന്മാരാ. കംപ്ലീറ്റ്. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് മുറിച്ച് അവിടെ കൗൺസിലിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തതാണ്. പക്ഷെ എവിടെ ഈ മരത്തിലൊരു കായ ഉണ്ടേ. ഇതാണ് ആ കായ. ഇത് നല്ല ഇങ്ങനെ ക്ലസ്റ്ററായിട്ട് കിടക്കും. ഒരു 5-10 ഉണ്ടാവും ഒരു കൊലയിൽ. ഇതുപോലുള്ള ഈ ഒരു തുമ്പ് ഇവന്മാർക്ക് അടിച്ചിട്ട് ആ കായ എടുത്തിട്ട് ഈ സാധനം താഴേക്ക് കളയാണ്. എത്ര എണ്ണം പണിയെടുത്തിട്ടുണ്ടാവില്ലേ ഇതിങ്ങനെ വെട്ടി വെളുപ്പിച്ചെടുക്കാനായിട്ട്. ഇതൊക്കെ വലിയ മരം, അത് വലിയൊരു മരമാണ്, നല്ല ഭംഗിയുള്ള ഒരു മരം. ഇതിൻ്റെ അടി മൊത്തം ഇവന്മാർ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കാം. ഇതുകൊണ്ടോ കംപ്ലീറ്റ് ഭയങ്കര കട്ടി പവർഫുള്ളായുള്ള ചുണ്ടാണ് ഈ സാധനത്തിൻ്റെ. നമ്മുടെ നാട്ടിലെ പെറ്റ് ഷോപ്പിലൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല ഒച്ചയിൽ തലയിലൊരു പൂവൊക്കെ ആയിട്ട് നല്ല ഒച്ചയിൽ ക്രൗൺ പോലത്തെ ഒരു പൂവാണ്. നല്ല ഒച്ചയിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണ ഒരാളാണ് കൊക്കറ്റു കേട്ടാ. ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ എനിക്കത് കാണിക്കണം തോന്നി. ആശാൻ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതുണ്ടോ? ഞാൻ നോക്കട്ടെ, കൊമ്പടിക്കുന്ന ഒരു ക്ലിപ്പ് കിട്ടുവാണെങ്കിൽ കാണിക്കാം. ഇത് കണ്ടോ? അതെ ഒരു കൊമ്പ് അങ്ങനെ തന്നെ അവൻ കടിച്ചു പിടിച്ചേക്കണ കേട്ടാ. കാലുകൊണ്ട് പിടിച്ചേക്കാം. ഇനി കായൊക്കെ തിന്നിട്ട് അതുകൊണ്ട് വിട്ടാളായി.